വഹുവ എന്താ സ്വമദ് എന്ന വാക്കിന് അർത്ഥം? അല്ലദീ തഖസ്സദഹുൽ ഖലായിഖ് കുല്ലുഹാ ഫീ ജമീഇ ഹാജാതിഹാ. സ്വമദ എന്ന് പറഞ്ഞാൽ അവലംബിച്ചു, താങ്ങായി സ്വീകരിച്ചു എന്നാണ് വാക്കിനർത്ഥം. എന്ന വാക്കിനർത്ഥമുണ്ട്. ആ അർത്ഥപ്രകാരം അത് വിശദീകരിക്കുന്നത് അല്ലദീ തഖസ്സദഹുൽ ഖലായിഖു കുല്ലുഹാ, എല്ലാ പടപ്പുകളും ലക്ഷ്യം വെക്കുന്നത് അവനെ മാത്രമാണ്. ഫി ജമീഇ ഹാജാതിഹാ, അവരുടെ എല്ലാ ആവശ്യങ്ങളിലും പടപ്പുകൾ ലക്ഷ്യം വെക്കുന്നത് ആരെയാണോ അവനാണ് സ്വമദ്. അവനെ മാത്രമേ ലക്ഷ്യമാക്കിയിട്ട് കാര്യമുള്ളൂ. അവനെയാണ് എല്ലാ പടപ്പുകളും അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും അവലംബിക്കുന്നത്. അവരെല്ലാവരും അവനിലേക്ക് ആവശ്യക്കാരാണ്. വദറൂറാതിഹ, അവരുടെ എല്ലാ പ്രയാസങ്ങളിലും, വഅഹ്വാലിഹ, എല്ലാ അവസ്ഥകളിലും, ജീവിതത്തിന്റെ അത്യാവശ്യങ്ങള്, അതുപോലെ തന്നെ പ്രയാസങ്ങള്, ആവശ്യങ്ങള് അല്ല അത്യാവശ്യങ്ങള്, അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും, ആ അവസ്ഥകളിലെല്ലാം പടപ്പുകൾ ആരിലേക്കാണോ ആവശ്യക്കാരായിട്ടുള്ളത് അവനാണ് സമദ്. ലിമാ ലഹു മിനൽ കമാലിൽ മുത്ലഖ്, എന്തുകൊണ്ടാണ് അവനിലേക്കാണ് അവരെല്ലാവരും ആവശ്യക്കാരായി തീരുന്നത്? കാരണം അവനുള്ളതാണ് അൽ കമാലുൽ മുത്ലഖ്, എല്ലാ സമ്പൂർണതയുടെയും അങ്ങേയറ്റം. മുത്ലഖായ കമാൽ, ഒരു കാര്യത്തിന്റെ പരിപൂർണത, ഒരു കഴിവിന്റെ പരിപൂർണത എന്നുള്ളതിൽ നിരുപാധികമായിട്ടുള്ളത്, ഒരു ഉപാധിയുമില്ലാതെ പരിപൂർണമായി എല്ലാ സിഫാത്തുകളുടെയും സമ്പൂർണത അവന് മാത്രമുള്ളതാണ്. അൽ കമാലുൽ മുത്ലഖ് എന്നത് അവന് മാത്രം അവകാശപ്പെട്ടതാണ്. ഏത് കാര്യങ്ങളിൽ? ഫീ ദാത്തിഹി, അവന്റെ ദാത്തിൽ അൽ കമാലുൽ മുത്ലഖ്. വ അസ്മാഇഹി, അവന്റെ അസ്മാകളിലും, വ സിഫാത്തിഹി വ അഫ്ആലിഹി, അല്ലാഹു അവന്റെ സത്തയുടെ കാര്യത്തിൽ യാതൊരു നിലക്കും മറ്റൊരാളും തുല്യനില്ലാത്ത വിധം അൽ കമാലുൽ മുത്ലഖ്, സമ്പൂർണതയുടെ പരിപൂർണതയുടെ അങ്ങേയറ്റം പ്രാപിച്ചിട്ടുള്ളവനാണ്. അതുപോലെ തന്നെ അവന്റെ അസ്മാകളിൽ, അവന്റെ നാമങ്ങൾ അങ്ങനെയാണ്. അൽ കമാലുൽ മുത്ലഖ്, അത് അവന് മാത്രം അവകാശപ്പെട്ടതാണ്, അവന്റെ നാമങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ഗുണങ്ങൾ, സിഫാത്തുകളും അങ്ങനെ തന്നെയാണ്, അവന്റെ പ്രവർത്തികളും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിലോ സിഫാത്തുകളിലോ അഫ്ആലുകളിലോ അവന്റെ ദാത്തിലോ എന്തെങ്കിലും ഒരു ന്യൂനത ഇല്ല, ഒരാൾക്കും തന്നെ കണ്ടെത്താനാവില്ല. അവന്റെ പ്രവർത്തികൾ മുഴുവൻ അതിലാണ്, അവന്റെ സിഫാത്തുകൾ മുഴുവൻ കമാലാണ്, അവന്റെ അസ്മാകൾ മുഴുവൻ ഹുസ്നയാണ്. അങ്ങനെ കമാലുൽ മുത്ലഖ് അത് അവകാശപ്പെടാവുന്നവൻ ആരാണോ അവൻ മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ, പടപ്പുകളെല്ലാം തന്നെ അവനിലേക്ക് ആവശ്യക്കാരാണ്. അങ്ങനെ ഉള്ളവനാണ് സ്വമദ്. സ്വമദ് എന്ന് പറഞ്ഞാൽ പടപ്പുകൾ മുഴുവൻ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവലംബിക്കേണ്ടത്, അല്ലെങ്കിൽ അവലംബിക്കുന്നത് ആരിലേക്കാണോ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് അവനാണ് സ്വമദ്. കാരണം അവനുള്ളതാണ് അൽ കമാലുൽ മുത്ലഖ് ഫീ ദാത്തിഹി വ അസ്മാഇഹി വ സിഫാത്തിഹി വ അഫ്ആലിഹി. അൽ അലീം അൽ ഖബീർ, അള്ളാഹുവിന്റെ മറ്റു രണ്ട് നാമങ്ങൾ അൽ അലീം അൽ ഖബീർ. അലീം